ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മത്തങ്ങ മോരുകറിയാണ്. ഈ മത്തങ്ങ മോരുകറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതേപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മത്തങ്ങ മോരുകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത 1/2 കിലോ മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളനെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് വേവാൻ പാകത്തിന് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുക്കാം. ഇത് വെന്തുവന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് മഷി പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ ഹൈ ഫ്ലെയിമിൽ വിസിലടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഉടഞ്ഞു തുടങ്ങുന്നതിന് മുമ്പുള്ള തൊട്ട് മുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളം ആവരുത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളമാണ്, അധികം വെള്ളമൊന്നും കൂടുതലുമില്ല കുറവുമില്ല, ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തള വരണവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. യോഗർട്ടിന് വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ തൈരാണെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് ചൂടാവണ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും നമ്മൾ തിളപ്പിക്കരുത്, അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മോരുകറി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കടുകിട്ട് താളിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മത്തങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഊണിനോട് കഴിക്കാൻ പാകത്തിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് വല്ല കറികൾ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ മത്തങ്ങ മോരുകറി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.